ഇന്നൽ ഹംദലില്ലാഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വസല്ലിം അലൈഹി റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സർവ്വലോകനാഥന് സർവസ്തുതിയും. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കാൻ പരമാവധി ഓരോരുത്തരും ശ്രമിക്കണേ എന്ന് എന്നോട് ഉപദേശിക്കും പോലെ നിങ്ങളോടും ഉപദേശിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മളൊക്കെ മടങ്ങിപ്പോകുമ്പോൾ മുസ്ലിം അല്ലാത്ത അവസ്ഥയിൽ മടങ്ങിയേക്കാവുന്ന വലിയ അപകടത്തിൽ നിന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണേ എന്നുകൂടെ ഉണർത്തുന്നു. റജബിലും ഷഅബാനിലും അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ച് റമളാനിലൂടെ കടന്നു പോകാൻ അള്ളാഹു നമുക്ക് വിധി കൂട്ടട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ഹജ്ജ് പഠന ക്ലാസ്സിലെ 6ാമത്തെ സെഷനിലാണ് നമ്മളുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഇതിവൃത്തമായി നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് സഅയിൻ്റെ ഓർമ്മകൾ എന്നതാണ്. അത് നന്നായി പറയാൻ എനിക്കും അതേ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിൽ ഒരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കർമ്മമായി സഅയ് ഉണ്ടാകുന്നത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഇതമറ ഫലാ ജുനാഹ അലൈഹി യതവഫ ബിഹിമാ. ഇന്ന സഫാ വൽ മർവ, നിശ്ചയം ആ 2 മലകളുണ്ടല്ലോ, സഫയും മർവയും, അത് മിൻ ശആഇരില്ലാഹ്, അള്ളാഹുവിൻ്റെ അടയാളമാണ് കേട്ടോ. ഫമൻ ഹജ്ജൽ ബൈത അവഇതമറ, ഏതെങ്കിലും ഒരാൾ ഹജ്ജിനോ ഉംറക്കോ പോവുകയാണെങ്കിൽ ഫലാ ജുനാഹ അലൈഹി യതവഫ ബിഹിമാ, 2 പേരും 2 കാര്യത്തിനും നിങ്ങൾ തവാഫ് ചെയ്യേണ്ടതാണ്. അതിലെവിടെയാണ് കുഴപ്പം എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും ഈ 2 മലകൾക്കിടയിലൂടെ 7 തവണ വിയർത്തോടണം. അതെ, അബൂ ഖുബൈസ് പർവ്വതത്തിൻ്റെ താഴ്വാരത്തുള്ള 2 മലകൾ, സഫയും മറ്റൊന്ന് മർവയും. കഅബയിൽ നിന്ന് 130 മീറ്റർ തെക്ക് കിഴക്കായി സഫയും, കഅബയിൽ നിന്ന് 300 മീറ്റർ വടക്ക് കിഴക്കായി മർവയും. ഇതിൻ്റെ രണ്ടിനുമിടയിൽ 394 മീറ്റർ ആണ് ഒരു ഹാജി ഓടിത്തീർക്കേണ്ടത്. അഥവാ 2.25 കിലോമീറ്റർ ഒരു ഹാജി ഇതിൻ്റെ ഇടയിലൂടെ ഓടേണ്ടതുണ്ട്. ഓർത്തു നോക്കൂ, എന്തിനായിരിക്കും ഈ 2 മലകൾക്കിടയിലൂടെ ഓടേണ്ടത്? ഓടേണ്ട രൂപം തുടങ്ങുന്നത് സഫയിൽ നിന്നും അവസാനിക്കുന്നത് മർവയിലും. ഇതിൻ്റെ 2ന്റെ ഇടയിലൂടെയും ഓടേണ്ടതിൻ്റെ ട്രാക്ക് ഹാജിമാരുടെ തലക്കു മുകളിൽ പച്ച ലൈറ്റിൽ തെളിയുന്നത് കാണാം. പച്ച ലൈറ്റുള്ള ആ വഴിയിലൂടെയാണ് ഒരാൾ ഓടേണ്ടത്, അഥവാ വഴി തെറ്റാൻ സാധ്യതയില്ല. എന്തിനാണിത്? എന്തോർമ്മകളാണ് എന്നിൽ ഇത് ഉണ്ടാക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് പറയാനുള്ളത്. ആദ്യം നമ്മൾ സഅയ് തുടങ്ങുന്നത് സഫ എന്ന കുന്നിൽ വെച്ചാണ്. സഫയുടെ മലയിൽ കയറി തിരിഞ്ഞു നിന്ന് കഅബക്ക് നേരെ നിന്ന് ഒരു പ്രാർത്ഥനയുണ്ട്. പ്രാർത്ഥന സ്വീകരിക്കുന്ന ഇടം. പ്രവാചകൻ സഫയിൽ കയറിയപ്പോഴെല്ലാം കഅബയിലേക്ക് മുഖം തിരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വേണ്ടതൊക്കെ ചോദിച്ചു നോക്ക്. എല്ലാം സമ്മാനപ്പൊതിയായി റബ്ബ് നിശ്ചയിക്കും. ഇവിടെ ആ സഫയുടെ
അടുത്ത് നമ്മളെത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഹാജർ ഈ മലക്ക് മുകളിലൂടെ ഓടിത്തുടങ്ങുമ്പോൾ കാലുകൾക്ക് മെരുങ്ങാത്ത പാറകൾക്ക് മുകളിലൂടെയാണ് ഓടിയത്. എങ്ങനെയാണ് ഓടിത്തീർത്തതെന്ന് ഹാജറിന് മാത്രമറിയാം. മനുഷ്യന്റെ കാലുകൾ കൊണ്ട് മെരുക്കാത്ത പാറകൾക്കിടയിലൂടെ ഹാജർ 7 തവണ ഓടിയത് എങ്ങനെയെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഇന്ന് നമ്മൾ സഫയിൽ നിന്ന് മറവയിലേക്കും മറവയിൽ നിന്ന് സഫയിലേക്കും സഅയ് നടത്തുമ്പോൾ ഓടിത്തുടങ്ങുമ്പോൾ ഇങ്ങനെയായിരുന്നു പാതയെന്ന് നമ്മളാരും വിചാരിക്കേണ്ടതില്ല. അതങ്ങനെയല്ല. ഒരിക്കലും ഭാവനയിൽ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മലയും ഓടുവാനുള്ള പാറക്കല്ലുകളും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നമുക്കിന്ന് നടക്കാനാവുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൻ്റെ ആത്മാവ് ചോരാതിരിക്കാനാണ് ഇത്രയും പറയുന്നത്. സഅയ് തുടങ്ങുവാൻ വേണ്ടി സഫയിലെത്തുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് നമ്മുടെ പ്രവാചകന്റെ പരസ്യ പ്രചാരണം ആരംഭിച്ചത് ഈ മലക്ക് മുകളിലായിരുന്നു എന്നതാണ്. ആദ്യത്തെ ഓർമ്മ അവിടെ നിന്ന് തുടങ്ങണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലക്ക് മുകളിൽ കയറിയിട്ട് നാട്ടുകാരെ വിളിച്ചുകൂട്ടി. എന്തെങ്കിലുമൊക്കെ അപകടം വരുമ്പോൾ ആ മലക്ക് മുകളിൽ കയറിയിട്ട് ഓടിവാ എന്ന് പറയുന്നത് അറബികളുടെ സിസ്റ്റമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മലക്ക് മുകളിൽ കയറിയിട്ട് അപകടം വരാനുണ്ട്, ഓടിവാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇന്നേ വരെ ഇല്ലാത്ത ജനക്കൂട്ടം മുഴുവൻ കുട്ടികളും ബാലന്മാരും വൃദ്ധരും അടക്കം രോഗികളും ഒക്കെ കിടപ്പ് രോഗികളെ തോളിലിരുത്തി വരെ റസൂലിന്റെ മുന്നിലേക്ക് എത്തിച്ചു. കാരണം വിളിച്ചത് സാധാരണക്കാരനല്ല, നാട്ടിലെ അറിയപ്പെടുന്ന ഏക സത്യസന്ധനായ ഒരു ചെറുപ്പക്കാരനാണ് വിളിക്കുന്നത്. എന്താണ് അപകടം എന്നറിയാൻ വേണ്ടി മനുഷ്യർ മുഴുവൻ ഓടിക്കൂടി. ആ ഓടിക്കൂടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫയിൽ വെച്ച് ചോദിക്കുകയുണ്ടായി, ഈ മലക്കപ്പുറത്ത് നിങ്ങൾ ആക്രമിക്കാൻ ഒരു സംഘം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് റസൂൽ ചോദിച്ചു. അപ്പോഴാണ് അവിടെ കൂടിയ മനുഷ്യർ മുഴുവൻ പറയുന്നത്, എന്താ പറയുന്നതെന്നറിയോ? അതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കും? ഇന്നേ വരെ താങ്കൾ ഒരിക്കൽ പോലും കളവ് പറഞ്ഞതായി ഞങ്ങൾക്ക് പരിചയമില്ല. ഒന്ന് പറ, എന്താണ് അപകടം എന്ന് പറ. അപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അബ്ദുൽ മുത്തലിബ് വംശമേ, അബ്ദുമനാഫ് വംശമേ, സുഹ്റ വംശമേ, തൈം വംശമേ, മഖ്സൂം വംശമേ, അസദ് വംശമേ, ഒരപകടം വരാനുണ്ട്. നിങ്ങൾ ജയിക്കാൻ ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ മരണാനന്തരം നിങ്ങൾക്ക് ഒരപകടം വരാനുണ്ട്. ഈ മലക്ക് മുകളിൽ വെച്ചാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ അബൂ താലിബ് പറഞ്ഞത്, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നീ നശിച്ചു പോകട്ടെ എന്ന്. പക്ഷേ നശിച്ചില്ല. സഅയ് എന്ന് പറയുന്ന വാക്കിന് പരിശ്രമം എന്ന ഒരർത്ഥവും രണ്ടാമത്തെ അർത്ഥം തുടക്കം എന്നാണ്. നശിപ്പിക്കാൻ ശ്രമിച്ചതെന്തോ ആ ആശയം തുടങ്ങുന്നത് അവിടെയാണ്. എൻ്റെ ഇസ്ലാം തുടങ്ങുന്നത് ഈ മലക്ക് മുകളിലായിരുന്നു എന്ന ഒരോർമ്മ നമുക്കുണ്ടാവണം. സഫയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ മതത്തിൻ്റെ ഓട്ടം. ഇനി ഒരിക്കലും ആര് വിചാരിച്ചാലും കെടുത്തും തോറും ആളിക്കത്തും. ഇവിടെ വെച്ചാണ് അതിൻ്റെ തുടക്കം എന്ന ഓർമ്മയിലേക്ക് ഓരോ ഹാജിയും വരാനുണ്ട്. പ്രവാചകനും അനുയായികളും രഹസ്യമായി സമ്മേളിച്ചിരുന്ന ദാറുൽ അർക്കം ഈ സഫയുടെ ചെരുവിലായിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. ആരും അറിയാതെ അനുയായികളോടൊപ്പം റബ്ബിന്റെ ദീനിനെ സംസാരിക്കാൻ ഈ മലയുടെ ചെരുവിൽ എൻ്റെ റസൂലുണ്ടായിരുന്നു എന്ന ഒരോർമ്മ മനസ്സിലുണ്ടാവണം.
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക പ്രവേശനം നമുക്കെല്ലാവർക്കും അറിയാം. ശരീരത്തിലും ബുദ്ധിയിലും കേമനായ, ബുദ്ധിരാക്ഷസനും ശരീരരാക്ഷസനുമായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത് ഈ മലയുടെ ചാരത്താണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സഫാ കുന്നിലാണ് ഞാൻ എന്നുള്ള വൈകാരികത ഹാജി ഉൾക്കൊള്ളണം. ഇനി രണ്ടാമതായി അവിടെ എത്തിയതിനു ശേഷം നമ്മൾ ഓടിത്തുടങ്ങുകയാണ്. ആണുങ്ങൾ നടക്കുകയാണെങ്കിലും ഓടുന്നത് പോലെ അവൻ കൈയിങ്ങനെ ആഞ്ഞു വീശണം. കഠിന ശ്രമത്തിന്റെ സിമ്പലാണത്. ആ സഫാ മറുവക്കിടയിലൂടെ ഹാജിമാരുടെ നടത്തം റബ്ബിനോടുള്ള കരാറിന്റെ സിമ്പലാണ്. ഒരു കരാറ് വെക്കുകയാണ്. ആ കരാർ എന്ന് പറയുന്നത് കഠിനാധ്വാനം ചെയ്യാം, തീവ്രയത്നം നടത്താം, ഞാൻ സേവന നിരതനാവാം, പ്രയത്നപൂർണമായ ജീവിതം നയിക്കാം എന്ന പ്രതീകാത്മക പ്രഖ്യാപനം മാത്രമാണ് ഈ ഓട്ടം എന്ന് മനസ്സിലാക്കണം. കൂലി കിട്ടാനും പുണ്യം കിട്ടാനും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് മാത്രമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചതിക്കപ്പെടാതിരിക്കട്ടെ. കഠിനാധ്വാനം ചെയ്യാമെന്നും തീവ്ര പരിശ്രമം ചെയ്യാമെന്നും സേവന നിരതനായിക്കൊള്ളാം, പിന്നെയോ പ്രയത്നപൂർണമായ ജീവിതം നയിക്കാമെന്ന പ്രതീകാത്മകമായ നെട്ടോട്ടമാണത്. ഒരന്വേഷണമാണ്. എന്തിനെയാണ് അന്വേഷിക്കുന്നത്? എന്നെ തന്നെയുള്ള അന്വേഷണം. ഞാൻ ആരാണ് എന്ന എൻ്റെ അന്വേഷണമാണത്. അതിനൊരു ലക്ഷ്യമുണ്ട്, സഈനൊരു ലക്ഷ്യമുണ്ട്. ഹാജരക്കുണ്ടായിരുന്നത് പോലെ ഒരു ലക്ഷ്യം എനിക്കുമുണ്ട്. അതായത് ആ സഈനകത്ത് ഓട്ടമുണ്ട്, തിക്കും തിരക്കും, തിടുക്കവും ധൃതിയുമുണ്ട്. മരണപ്പെടുമെന്ന് പേടിച്ച മകന് വേണ്ടി, വെള്ളം കിട്ടാൻ വേണ്ടി ഹാജർ ഓടിയില്ലേ? ആ ഓട്ടത്തില് തിക്കും തിരക്കും, തിടുക്കവും ധൃതിയുമുണ്ട്. ആ ധൃതിയാണ് കാണിക്കേണ്ടത്. ആ പോക്കാണ് നിങ്ങൾ കാണിക്കേണ്ടത്. ഈ പോക്കിലും വിശ്വാസികളുടെ മനസ്സെങ്ങനെയായിരിക്കണം എന്നറിയുമോ? ഈ ഓട്ടത്തിനിടയിൽ വിശ്വാസിയുടെ മനസ്സ് തീവ്രമായ നിരാശയുടെ നിമിഷത്തിലും പ്രത്യാശ പുലർത്തിയാണ് ഹാജരോടിയത്. ആണ് ഒരിക്കലും ഈ മണലിന്റെ നടുവിലെ പാറക്കെട്ടുകൾക്കിടയിൽ വെള്ളമില്ല എന്ന തീവ്രമായ നിരാശക്കൊടുവിലും ഇതിനകത്ത് വെള്ളം കാണിക്കാൻ എന്റെ റബ്ബിന് സാധിക്കുമെന്ന പ്രത്യാശ പുലർത്തിയാണ് ഹാജരോടിയതെങ്കിൽ ഓരോ ഹാജിയും ഇതാവർത്തിക്കണം. നിങ്ങൾ നോക്കൂ, തീർത്തും ഒറ്റപ്പെട്ടവളും പ്രതീക്ഷയറ്റവളുമായിരിക്കെ പ്രതീക്ഷയോടെയുള്ള ദാഹജലം പരതിയ ഹാജറിനെ പ്രതീകാത്മകമായി മനസ്സിലേക്ക് നമ്മൾ എടുക്കണം. തീർത്തും ഒറ്റപ്പെട്ടവൾ, പ്രതീക്ഷയറ്റുപോയവൾ, എന്നിട്ടും ദാഹജലത്തിനായി അവൾ പരതിയില്ലേ? പ്രതീക്ഷയറ്റ നിഷ്ക്രിയ ജീവിതം നയിക്കുന്ന ഒരു ഹാജിക്ക് സഅയ് നടക്കൽ അതങ്ങോട്ട് ശരിയായി വരില്ല. ഇവിടെ നിന്ന് പോകുന്നത് ഏത് നാട്ടിൽ നിന്നാണ് എന്ന് നോക്കണം. നിരാശയറ്റ ഒരു നാട്ടിൽ നിന്നാണ് നമ്മുടെ പോക്ക്, അല്ലേ? മുസ്ലിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. ജീവിക്കാൻ പറ്റാത്ത പ്രതീക്ഷ. നമ്മളുടെ നാട്ടിലെ പള്ളികളിലെ മിമ്പറും മിനാരങ്ങളും മുന്നിൽ വരുന്ന വിശ്വാസികൾക്ക് നിരാശ കൈമാറിയിരിക്കുന്നു, നിരാശ പകർന്നിരിക്കുന്നു. ഇനി ഒന്നും നടക്കില്ലെന്നും ലോകം പ്രശ്നത്തിലാണെന്നും നമുക്കൊന്നും ഇനി രക്ഷയില്ലെന്നുമൊക്കെയുള്ള നഫീസു അബ്ദുട്ടി ഇതൊന്ന് മ്യൂട്ട് ചെയ്യോ? അവർ മാത്രമാണ് മ്യൂട്ട് ചെയ്യാത്തത്. ശബ്ദം കേൾക്കാം എനിക്കിവിടെ. പ്രതീക്ഷയേറ്റ് നിഷ്ക്രിയമായ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഇത് നടക്കുകയില്ല. മറിച്ച് നമ്മൾ പോകുന്ന നാട്ടിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് കയറുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പള്ളിയും മിനാരങ്ങളും മുന്നിൽ വരുന്ന വിശ്വാസികൾക്ക് നിരാശ കൈമാറിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ജീവിതം അപകടത്തിലാണെന്നും ഇനി രക്ഷയില്ലെന്നും
ഇതിങ്ങനെയൊക്കെയാണ് പോകുമെന്നുള്ള നിരാശ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ഹാജർ ഏതൊരവസ്ഥയിലും പ്രതീക്ഷയോടെ, അല്ലാഹുവിലുള്ള പ്രതീക്ഷയോടെ ഓടിയോ അതേപോലെയുള്ള മനസ്സിലേക്ക് ഓരോ ഹാജിയും പ്രവേശിക്കേണ്ടതുണ്ട്. അഥവാ ഇങ്ങനെ പ്രതീക്ഷയേറ്റ് നിഷ്ക്രിയമായ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് ഹാജറിനെ പുനർജീവിപ്പിക്കാനാവില്ല. ആത്മാർത്ഥമായ വിശ്വാസം, ആത്മാർത്ഥമായ പ്രതീക്ഷ നാടിനെ കുറിച്ചുണ്ടാവുകയും ഈ ഓട്ടത്തിനിടയിൽ അല്ലാഹുവിനോട് പ്രതീക്ഷ കൈവെക്കണം. പടച്ചവനെ, ഞാൻ വരുന്ന നാടുണ്ടല്ലോ, ആ നാട് വല്ലാത്ത ഒരവസ്ഥയിലാണ്. ആ നാട്ടില് സ്നേഹത്തിന്റെ നീരുറവ നീ പൊട്ടിക്കണം, കാരുണ്യത്തിന്റെ നീരുറവ നീ പൊട്ടിക്കണം. ക്രൂരന്മാരായ ഈ നാട്ടിലെ മനുഷ്യരോട് അവരുടെ മനസ്സിൽ നീ കാരുണ്യം നിറക്കണം എന്ന വല്ലാത്ത പ്രതീക്ഷ ഈ ഓട്ടത്തിനിടയിൽ ഉണ്ടാകണമെന്ന് നിങ്ങളോട് ഞാൻ ഉപദേശിക്കുന്നു. ഇനി നിങ്ങൾ അറിയുമോ, ഈ ഓട്ടത്തിലൂടെ അല്ലാഹുവിനോട് കൊടുക്കുന്ന കരാർ ഇങ്ങനെയാണ്: എന്റെ കഴിവും അറിവും യോഗ്യതയും സ്ഥാനവും ഞാൻ ഉപയോഗിച്ചിട്ട് വെള്ളം കിട്ടാത്തവനും വിശക്കുന്നവനും വേണ്ടി, വീടില്ലാത്തവനും രോഗം പിടിച്ചവനും വേണ്ടി ഞാൻ ഈ ഓടുന്നത് പോലെ കൈവീശി ഓടിക്കൊള്ളാം. നിൽക്കാതെ പതുക്കെയല്ലാതെ ഞാൻ ഓടിക്കൊള്ളാം, ആഞ്ഞോടിക്കൊള്ളാം. ഞാനൊന്ന് വിയർക്കാം എന്ന കരാറാണ്. അഥവാ ഇസ്മായിലിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഉമ്മയോടുമ്പോൾ നമ്മൾ അതിനെ പ്രതീകവൽക്കരിക്കപ്പെടുമ്പോൾ എൻ്റെ നാട്ടിലെ വെള്ളം കിട്ടാത്തവനും ഭക്ഷണം കിട്ടാത്തവനും രോഗം പിടിച്ച് കിടക്കുന്നവനും വീടില്ലാതെ തെരുവിൽ കഴിയുന്നവനും വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഓടിക്കൊള്ളാം എന്ന റബ്ബിനോടുള്ള കരാറാണ്. അല്ലാതെ സ്വർഗം ലഭിക്കാൻ എനിക്ക് വേറെ വഴിയില്ല എന്ന കരാറും ഉറപ്പിക്കുക. ഈ ശ്രമം നടത്താതെ സ്വർഗപ്രവേശനം സാധിക്കുകയില്ല എന്ന് ഉറപ്പാണ്. അഥവാ ആരാധനകളിലൂടെ മാത്രം സ്വർഗം ലഭിക്കുമെന്ന് ഫാത്തിഹ മുതൽ അന്നാസ് വരെയുള്ള 114 സൂക്തങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് കാണാനാവില്ല. അഥവാ ആരാധനകൾ ഇങ്ങനെ അധികരിപ്പിച്ച് സ്വർഗം പിടിക്കാമെന്ന് ഒരിടത്തും പറയുന്നില്ല. മറിച്ച് നിരന്തരം ആരാധനകൾ ചെയ്യുകയും മനുഷ്യ സേവനം ഏറ്റെടുക്കുകയും ചെയ്യാത്തവന് നരകമുണ്ട് എന്ന് തിരിച്ചും പറയുന്നു. ഓർക്കുക, ഇങ്ങനെയാണ് അല്ല പറയുന്നത് കേട്ടിട്ടില്ലേ? വൈലുൽ മുസല്ലീൻ, നമസ്കാരക്കാർക്കാണ് വൈലുള്ളത്. നരകത്തിന്റെ ഏറ്റവും തീവ്രമായ ചൂടുള്ള അടിയിലെ തട്ട് അത് നമസ്കാരക്കാർക്കുള്ളതാ. എന്താണ് അവർ ചെയ്തത്? ആരാധനകളിൽ അവരൊരു കുറവും വരുത്തിയിട്ടില്ല. ചെറിയ ചെറിയ ഉപകാരം പോലും മനുഷ്യർക്ക് ഈ നമസ്കാരക്കാരനിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നതാണ് കാരണം. ആരാധനകളിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഈ മനുഷ്യനിൽ നിന്ന് കിട്ടേണ്ടത് മനുഷ്യന് കിട്ടിയിട്ടില്ല. അല്ലാഹ്ക്ക് കൊടുക്കുന്നത് പോലെ ഈ നാട്ടിലെ മനുഷ്യർക്കും കിട്ടണം. അത് കൊടുക്കാതെ വരുമ്പോ അല്ലാഹുവിന് കൊടുക്കുന്നത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സോഷ്യൽ സർവീസ് ചെയ്യാത്ത മനുഷ്യനെ കുറിച്ച് മനോഹരമായി പറയുന്ന ഒരു വർത്തമാനമുണ്ട് സൂറത്തുൽ ബലദിൽ. അതെ, നിങ്ങളിൽ അധിക പേരും ആ വഴിയിലൂടെ ഇതുവരെ വന്നിട്ടില്ല, നടന്നിട്ടില്ല. ആ വഴിയിലൂടെ നടക്കാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. ഏതിലൂടെ? അല്ലഖബാദ്, ചലഞ്ചിങ് പാത്ത്. അതത്ര പാടുള്ളതാ. സാധാരണക്കാരന് പറ്റൂല. വലിയ സ്ഥാനമുണ്ട് എന്ന് വിചാരിക്കുന്നവന് പറ്റൂല. കയ്യിൽ ഒരുപാട് പണമുള്ളവന് പറ്റില്ല, അധികാരമുള്ളവന് പറ്റില്ല. ആ പാതയിലൂടെ നിങ്ങൾ നടന്നു കയറിയിട്ടില്ല. ഏതാണ് ആ ദുർഘടമായ പാത എന്നറിയുമോ? നടക്കാൻ പാടുള്ള ആ വഴി ഏതെന്നറിയുമോ? എന്നാ കേട്ടോ, ആ ചലഞ്ചിങ് പാത്ത്, നടക്കാൻ പ്രയാസമുള്ള വഴി എന്താണെന്നറിയുമോ? പിരടി താന്നു പോയവന്റെ പിരടി എഴുന്നേൽപ്പിച്ച് നിർത്താൻ നീ നടന്നിട്ടില്ല. ആ വഴി നിന്നെ കണ്ടിട്ടില്ല. ആരാണ് പിരടി താണവർ?
ജീവിതത്തിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നും കയ്യിലില്ലാതെ നിരാശപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർ തലതാഴ്ത്തി നിൽക്കുന്നവനാണ്. തലതാഴ്ത്തി നിൽക്കുന്നു. മറ്റു മനുഷ്യരുടെ മുന്നിൽ പോയിട്ട് തലതാഴ്ത്തി നിന്നാലേ അവന്റെ കാര്യം നടക്കൂ. അങ്ങനെ 1000 മനുഷ്യരുണ്ടാകുമ്പോ ആ തണുപോയ പിരടിയെ ഒന്ന് നിവർത്തി കിട്ടാൻ ഒരു പണിയുമെടുക്കാത്ത വഴിയിൽ വരാത്തവൻ എന്ത് പണിയാ എടുത്തത് എന്നല്ല ചോദിച്ചത്. പ്രയാസമുള്ള നാളുകളിൽ ഭക്ഷണം കഴിക്കാതെ പട്ടിണിയുള്ള മനുഷ്യന്മാരുണ്ടാകുമ്പോ അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വഴിയെ നിന്നെ കണ്ടിട്ടില്ല, അഥവാ സോഷ്യൽ സർവീസ് ചെയ്തിട്ടില്ല. ആ പാത ക്രോസ് ചെയ്യാതെ സ്വർഗം കടക്കാൻ പറ്റൂല. ആ പാത ക്രോസ് ചെയ്യാതെ സ്വർഗത്തിലെത്തുക സാധ്യമല്ല. പിന്നെയോ യതീമെന്താ മഖറബ, എന്റെ കുടുംബത്തിൽ തന്നെ അനാഥരായ മക്കളുണ്ട്. ആ അനാഥരായ മക്കളെ സംരക്ഷിക്കുന്ന വഴിയിൽ നിന്നെ ഞാൻ കണ്ടിട്ടില്ല, ആ വഴിയെ ഞാൻ കണ്ടിട്ടില്ല. ഔ മിസ്കീൻ എന്താ മതറബ, നമ്മുടെ നാട്ടിൽ നിരാലംബരായ പാവപ്പെട്ടു പോയ വിധവകളും പാവങ്ങളും ഉണ്ടായിരിക്കെ അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സഹായത്തിന്റെ വഴിയിൽ നിന്നെ ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ പിന്നെ സ്വർഗമെന്ന ഡെസ്റ്റിനേഷൻ പിടിക്കാൻ നിനക്ക് കഴിയില്ല എന്നാ പറയുന്നത്. നമ്മളെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട്. സൈന്റെ ഓർമ്മയിൽ അതൊരന്വേഷണമാണ്, എന്നിലേക്കുള്ള അന്വേഷണം. ഈ വഴിയിൽ ഞാൻ ഉണ്ടോ എന്നതാണ്, ഞാൻ ഓടിയോ എന്നാണ്, ഞാൻ അല്പം തിക്കും തിരക്കും പിടിച്ചവനായോ എന്നതാണ്. ഇതില് നമുക്ക് മാതൃകയുണ്ട്. എങ്ങനെയാണ് മാതൃക? എത്ര വലിയവനും ഇതിന് മാതൃകയുണ്ട്. നമ്മുടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരിക്കുന്നു. മൂപ്പര് ഭരണാധികാരിയാകുന്നതിന് മുമ്പ് സുബഹി നമസ്കാരത്തിന് ശേഷം ആദ്യം ചെയ്യുന്ന സോഷ്യൽ സർവീസ് തന്റെ തൊട്ടപ്പുറത്തുള്ള ജൂതയായ ഒരു വയസ്സായ സ്ത്രീക്ക് പാല് കുടിക്കാൻ അവരുടെ വീട്ടിൽ പോയി ഒട്ടകത്തെ കറന്ന് പാല് കൊടുക്കുന്ന പണി അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിരുന്നത്. നാട്ടുകാർ മുഴുവൻ പ്രതീക്ഷിച്ചു പോയി. ഭരണാധികാരിയായിരിക്കുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ടിപ്പിക്കൽ റൂട്ടീൻ തകരുമെന്ന്, ഈ പണി നിർത്തുമെന്ന്. മരിക്കുന്നത് വരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ ഖലീഫയായിരിക്കെ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായിരിക്കെ, ദ സ്റ്റേറ്റ്മെൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അധിപനായിരിക്കെ എല്ലാ ദിവസവും രാവിലെ പോയി പാല് കറന്നത് ആരാണെന്നറിയുമോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരാൾ, ജീവിക്കുമ്പോൾ തന്നെ നിനക്ക് സ്വർഗമുണ്ടെന്ന് അറിഞ്ഞു കിട്ടിയ മനുഷ്യൻ. അദ്ദേഹത്തിന് അറിയാം സോഷ്യൽ സർവീസ് ഇല്ലാതെ മനുഷ്യന്റെ ജന്മം സ്വീകരിക്കുകയില്ലെന്ന്. ഈ അന്വേഷണത്തിലേക്കാണ് സഅയ് പോകേണ്ടത്. അല്ലാതെ വെറുതെ ഓടിത്തീർക്കലല്ല, എണ്ണം പിടിക്കലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രവാചകനും അങ്ങനെ തന്നെയായിരുന്നു. വെറുതെ ഒരല്പസമയം കിട്ടിയാൽ വീട്ടിൽ ഉറങ്ങുകയായിരുന്നില്ല, മറിച്ച് ചന്തയിലായിരുന്നു റസൂലിന്റെ പണി. മാർക്കറ്റിലേക്ക് പോകും, എന്നിട്ടോ ചുമടെടുക്കാൻ ശരീരം കൊണ്ടാവതില്ലാത്ത മനുഷ്യരെ നോക്കി നിന്നിട്ട് ആ ചുമട് മുഴുവൻ റസൂലിന്റെ തോളിലേക്ക് ഇങ്ങനെ വെക്കും. ഒരു വൃദ്ധയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വൃദ്ധയായ ഒരു സ്ത്രീ തന്റെ ചുമടെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ അത് റസൂൽ തന്റെ തലയിലേക്ക് വെച്ചിങ്ങനെ നടക്കുന്ന വേളയിൽ കണ്ണ് ശരിക്ക് കാണാൻ കഴിയാത്ത ഈ ലേഡി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലയോ ചെറുപ്പക്കാരാ, ഈ നാട്ടിലെ നല്ലവനാണ് നീ. ഈ നാട്ടിലെ മറ്റു ചെറുപ്പക്കാരും ഈ പണി ചെയ്യാറില്ല. മനുഷ്യരെ സഹായിക്കുന്ന പണി അവർക്കില്ല. നീ ആരാണ്? നീ നല്ലവനാണ്. നീ ചീത്തയാവാതിരിക്കാൻ ഞാൻ നിന്നെ ഒന്ന് ഉപദേശിക്കാം. നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവന്റെ വലയിൽ വീഴരുത്. അവന്റെ വലയിൽ വീണാൽ നീ ചീത്തയായി പോകുമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആ പറയുന്ന മുഹമ്മദ് ഞാൻ തന്നെയാണ് എന്ന് പറയുകയായിരുന്നു. ഇസ്ലാമിന്റെ റെപ്രസെന്റേഷൻ നടത്തണമെങ്കിൽ, ഇസ്ലാം എന്താണ് മറ്റു മനുഷ്യർ അനുഭവിക്കണമെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ സമയത്തിന്റെ ഒരു ഷെയർ പാവപ്പെട്ടവന് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ ഷെയർ മറ്റൊരാൾക്ക് കിട്ടണം. അപ്പോഴാണ് സഅയിന്റെ പൂർണ്ണത ലഭിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ആരെന്നൊക്കെ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു ഭൂമി ലോകത്തുണ്ടായ ഏറ്റവും വലിയ ഭരണാധികാരിയാണ്. അതിനേക്കാൾ വലിയ ഒരാൾ ഇനി ഭൂമിയിൽ ഖലീഫയായി വരില്ല എന്നുള്ളത് അത്രമേൽ ഉറപ്പാണ്. അത്രമേൽ കേമനായ
ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ പണി എന്താണെന്നറിയുമോ? പാവപ്പെട്ട വീടുകളിലെ പ്രസവമെടുക്കലായിരുന്നു ഉമറിന്റെ ഭാര്യയുടെ പണി എന്ന് നമ്മൾ മറക്കരുത്. അത്രമേൽ മനുഷ്യ സേവനം ഉള്ളവർക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറയാം, ഈ സോഷ്യൽ സേവനം ഇതുവരെ ശീലമില്ലാത്തവർ ഇനിയും സമയമുണ്ട്. ഹജ്ജിന് പോകുന്നതിന് ഇനിയും ദിവസങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് ഒരുപാട് മുമ്പ് തുടങ്ങിയതും സോഷ്യൽ സർവീസിലേക്ക് എൻട്രി ചെയ്തേ പറ്റൂ. സഅയ് തുടങ്ങുന്നതിന് മുമ്പ് പടച്ചവന്റെ മുന്നിൽ സമർപ്പിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെയാ, എൻ്റെ കയ്യിൽ എത്ര പണമുണ്ടായാലും, ഞാൻ എത്ര സ്വാധീനമുള്ളവനായാലും പാവങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയാ, എനിക്കൊരു ഈഗോയിസവുമില്ല, ഞാനൊന്ന് കുനിഞ്ഞാൽ ഭൂമിയും ആകാശമൊന്നും ഇടിഞ്ഞൊന്നും വീഴുകയില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ ശാരീരികമായി ഞാൻ ഒരുങ്ങിയാൽ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല എന്ന മാനസികാവസ്ഥയിലേക്ക് ഹാജി എത്തപ്പെടേണ്ടതുണ്ട്. ഒരു പ്രത്യേക എലൈറ്റ് ക്ലാസ്സിൽ മാത്രം ജീവിക്കുകയും അത്തരം മനുഷ്യരോട് മാത്രം ഇടപഴകുകയും താഴേക്കിടയിലുള്ള മനുഷ്യരിലേക്ക് ഇറങ്ങി വരാത്ത ഹജ്ജിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വർഗത്തിലേക്ക് ഹിസാബ് കൂടാതെ എൻട്രി ചെയ്യുന്നവർ 4 വിഭാഗമാണെന്ന് നമുക്കറിയാം. സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ, ചോദ്യമില്ലാതെ കിടക്കുന്ന 4 പേരുണ്ട്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഇണകളിൽ ഏറ്റവും ചെറുപ്പക്കാരിയായ ആയിഷയോട് ഉപദേശിച്ചത്, ആയിഷ, നീ അല്ലാഹുവോട് പ്രാർത്ഥിക്കേണ്ടത് ഹിസാബില്ലാത്ത സ്വർഗപ്രവേശനം എനിക്ക് കിട്ടണേ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞേക്കണം. എന്തിനാണെന്നറിയുമോ? നാളെ ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ വിചാരണക്കിങ് പോരെ, ഇന്നാലിന്റെ മാതാവിന്റെയും പിതാവിന്റെയും മകനിങ് വാ എന്ന് പറഞ്ഞ് റബ്ബ് വിചാരണക്ക് വിളിച്ചാൽ ആ വിചാരണ കഴിഞ്ഞ് രക്ഷപ്പെട്ടു പോവുക സാധ്യമല്ല. അത് ചിരി പാടാണ്. നീ അല്ലാഹുവോട് പറയണം, എനിക്ക് ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം തരേണേ എന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിയായി എന്നുള്ളത് കൊണ്ടും കിടപ്പറ പങ്കിട്ടു എന്നുള്ളത് കൊണ്ടും സ്വർഗത്തിലെടുക്കുക സാധിക്കുകയില്ല. അത് നീ നോക്കിക്കൊള്ളണം, നിന്റെ സ്വർഗം നീ നോക്കിക്കൊള്ളണം, നിന്റെ ഹിസാബ് നീ നോക്കിക്കൊള്ളണം എന്ന് റബ്ബ് പറയുമായിരുന്നു. ഹിസാബില്ലാതെ സ്വർഗപ്രവേശനം സാധിക്കുന്ന 4 പേർ, ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായവരാണ്. രണ്ടാമത്തത് മനുഷ്യരോട് അത്ഭുതകരമായി ക്ഷമിക്കുന്നവർ, മനുഷ്യരോട് ക്ഷമിക്കാൻ കഴിയുന്നവർ. 3 അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവർ, അൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. 4ാമത്തെ വിഭാഗം നന്മയിൽ മത്സരിക്കുന്നവർ. മനുഷ്യരോടും നമ്മുടെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നന്മയിൽ മത്സരിക്കുന്നവർ, അസ്സാബിഖൂന ഫിൽ ഖൈറാത്ത്. നന്മയിൽ മത്സരയോട്ടം വെച്ചപ്പോ ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്തുന്നവർ. അതിനൊരു ഉദാഹരണം പറയാം. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ബനു ഇസ്രായേൽക്കാരിലെ ഒരു പെണ്ണ്, അവളുടെ പണി എന്താണെന്നറിയുമോ? ശരീരം വിൽക്കലാണ് അവളുടെ പണി. ഒരു പെണ്ണും ചെയ്തുകൂടാത്ത ഒരു പണി, ശരീരം വിറ്റ് പൈസ നേടിയവൾ, ആരോഗ്യമുള്ള സമയത്ത് ശരീരം വിറ്റവൾ. അവൾ ചിത്ത തന്നെയാ. പക്ഷേ അവളുടെ പാപം പുറത്ത് സ്വർഗപ്രവേശനം പറയുന്ന ഒരു ഹദീസ് നിങ്ങൾക്ക് കാണാം. അതിങ്ങനെയാ, അവളിങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര പോകുന്നു. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്, എന്തുകൊണ്ടാണ് സ്വർഗം ലഭിക്കുന്നത് എന്നത്, എന്തുകൊണ്ടാണ് മാഫറത്ത് ലഭിക്കുന്നത്? നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കിണർ കാണുന്നത്. കിണറിന് ചുറ്റും ഒരു നായ ഓടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന 1ാമത്തെ രംഗം ഇതായിരുന്നു. ആ കാഴ്ച അവിടെ അസ്വസ്ഥതപ്പെടുത്തുന്നു. കാഴ്ചകൾ അസ്വസ്ഥതപ്പെടുത്തണം. നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കാഴ്ചകൾ വേദനിപ്പിക്കണം. ഈ പെണ്ണിനെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാൻ കാര്യം 1ാമത്തെ സാധനം, അവൾ കണ്ട കാഴ്ച അവളിൽ റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാക്കി, അസ്വസ്ഥതപ്പെടുത്തി. ഇതിലേതെങ്കിലും ഒരാൾക്ക്, നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടോ നോക്ക്, ചുറ്റുഭാഗത്തുള്ള കാഴ്ചകൾ അസ്വസ്ഥപ്പെടുത്തുന്നില്ല, കേൾവികളും വർത്തമാനങ്ങളും അസ്വസ്ഥപ്പെടുത്തുന്നില്ല. ഞാനും എൻ്റെ സുഖങ്ങളും ഞാനും എൻ്റെ കുടുംബവും മാത്രം ഒതുങ്ങി ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു കാഴ്ചയും അസ്വസ്ഥതയുണ്ടാക്കുന്നില്ല. അല്ലാഹുവിന് അവളെ പെരുത്തിഷ്ടപ്പെട്ടു. ഈ കാഴ്ച അവളെ അസ്വസ്ഥപ്പെടുത്തി. അഥവാ അത് താൽക്കാലികമാണ്. എനിക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് പറയാൻ അതിന് പറ്റുന്നില്ല, പക്ഷെ അത് കാണിക്കുന്നുണ്ട്.
മനുഷ്യനായ എന്നോടത് പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട് കേട്ടോ, അല്പം വെള്ളം എടുത്തു തരോ എന്നത് ചോദിക്കുന്നുണ്ട്. എന്നിട്ടോ ഈ കാഴ്ച കണ്ട ഉടനെ അവൾ യാത്ര നിർത്തുകയാണ്. ഒന്നും കൂടി സ്ലോ ആയി നിർത്തിയിട്ടോ രണ്ടാമത്തെ റബ്ബിന് ഇഷ്ടപ്പെടുന്നത് അവളുടെ രണ്ടാമത്തെ മനസ്സാണ്. ആ രണ്ടാമത്തെ മനസ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ഡു ദ ഗുഡ്നെസ്. ഇവിടെ ഒരു നന്മ ചെയ്യാൻ എനിക്ക് അവസരമുണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതെ, നന്മ ചെയ്യുവാനുള്ള ഒരവസരവും പാഴാക്കുകയില്ല. ഇവിടെ എനിക്കൊരു നന്മ ചെയ്യാനുണ്ട് എന്ന് അവൾ മനസ്സിലാക്കുന്നു. എനിക്കിവിടെ നന്മ ചെയ്യാൻ ഒരു അവസരമുണ്ട്. ശരീരം ചീത്തയാ, പക്ഷേ അവളുടെ മനസ്സ് വെക്കണം. അങ്ങനെ രണ്ടാമത് കഴിഞ്ഞ് മൂന്നാമത് നടക്കുന്നത്, എങ്ങനെയാണ് ഇതൊന്ന് ശരിയാക്കി കൊടുക്കുന്നത്? ഒരു നായയാണ്, വെള്ളം കിടക്കുന്നത് അങ്ങ് അടിയിലാണ്, ഞാനെങ്ങനെ ഇതെടുക്കും? എനിക്കിതിന് പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഓടുകയല്ല ചെയ്യുന്നത്. എനിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ റിസോഴ്സസ്, ഇതൊന്ന് ശരിയാക്കി കിട്ടാൻ എന്തൊക്കെയുണ്ട് എന്ന് അവൾ അന്വേഷിക്കുന്നു. എൻ്റെ അടുത്തില്ലെങ്കിൽ വേറെ ആളടുത്തുണ്ടാകും. അങ്ങനെ ശരിയാക്കണം. റിസോഴ്സസ്, ഇത് ശരിയാക്കാൻ വേണ്ടി അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു. ബക്കറ്റ് എവിടെയാണ്? കയറെവിടെയാണ്? കാണുന്നില്ല, കിട്ടുന്നില്ല. പക്ഷെ അവള് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പിന്നീട് ചെയ്യുന്നത് എന്താണെന്നറിയാം നിങ്ങള്? എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ടു ഡു ദ ഗുഡ്നെസ്. ഈ നന്മ ചെയ്യുവാനുള്ള ഒരു പെണ്ണിന്റെ അസാധാരണ ശ്രമം. ഞാനും നിങ്ങളുമൊന്നും ഒരു ചെറിയ ശ്രമം പോലും നന്മ ചെയ്യാൻ നമ്മൾ മുതിരാറില്ല. ഈ കാണുന്ന എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട്, ആ എഫർട്ടാണ് സയിൽ നമ്മൾ സിഗ്നിഫൈ ചെയ്യുന്നത്, സിംബലൈസ് ചെയ്യുന്നത്. എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട്, അത്ഭുതകരമായ ശ്രമം. ആ ശ്രമത്തിൽ എന്താ കാണിച്ചതെന്നറിയോ? കാലിലെ ഷൂ ഇങ്ങോട്ട് എടുക്കാണ്. ഇത് ബക്കറ്റാക്കാലോ, അതിൽ വെള്ളം നിൽക്കും, തങ്ങി നിൽക്കും. ഇനി കയറാണ്. കയറിന് എന്താ പ്രശ്നം? എന്റെ ദേഹത്ത് ഉടുപ്പില്ലേ, ആ ഉടുപ്പ് അവൾ കീറുന്നു. ഉടുപ്പ് കീറി കയറാക്കി അതിലേക്ക് ഇറക്കിയിട്ട് വെള്ളമെടുത്തിട്ട് ആ നായക്ക് വെള്ളം കൊടുത്തതിന് ശേഷം അതിന്റെ സന്തോഷം കാണുന്നു. പക്ഷേ സന്തോഷം കണ്ടപ്പോഴേക്കും അവൾക്ക് നഷ്ടപ്പെട്ട ഒന്നുണ്ട്. സാക്രിഫൈസ് ദ ബെസ്റ്റ്. ഒരു യാത്രക്കാരി പെണ്ണിന് മണലിലൂടെയുള്ള ചൂടുള്ള യാത്രയിൽ കാല് വേവാതിരിക്കാൻ ഒരു ഷൂസ് വേണം, അതവൾക്ക് പോയി. 2, ചൂടുകാറ്റ് വീശുമ്പോ തൊലി കരിയാതിരിക്കാൻ ഒരു യാത്രക്കാരി പെണ്ണിന് ഒരു മൂടുപടം വേണം, അതും അവൾക്ക് നഷ്ടപ്പെട്ടു. അതെ, സാക്രിഫൈസ് ദ ബെസ്റ്റ്. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ അവൾ കാണിച്ച ത്യാഗത്തിൽ 7-ാം ആകാശം വിധിച്ചു. പണിയടോ സ്വർഗം അവൾക്ക്, കൊട്ടാരം പണിയ അല്ലേ? ഇതൊരു കഥയല്ല അല്ലേ? ഇത് വെറുതെ പറഞ്ഞതല്ല. ഇതാണ് ഇസ്ലാമിന്റെ കോർ എന്ന് പറയുന്നത്. ആരാധനകളിലുള്ള ആരാധനകൾ മാത്രമുള്ള ഒന്നല്ല ദീൻ, മറിച്ച് അത് മനുഷ്യർക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു സേവനം കൂടെയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഈ ക്ലാസ്സിലൂടെ പറയാൻ ശ്രമിച്ചത്, സിംബലൈസ് ചെയ്യുന്നത് കേവലമായ മാർബിളിന് മുകളിലൂടെയുള്ള ഏസിക്കകത്തൂടെയുള്ള വെറുമൊരു യാത്രയല്ല, എണ്ണം പിടിച്ചുള്ള യാത്രയല്ല, കയ്യിൽ പിടിച്ചിട്ടുള്ള മെഷീൻ വെച്ച് കണക്ക് പിടിച്ച ഒരു യാത്രയല്ല, എന്റെ കയ്യിലുള്ള 7 മണികൾ മാത്രമുള്ള മാലയിൽ പിടിച്ചിട്ടുള്ള ഒരു നൃത്തമല്ല, ലോകനാഥനോടുള്ള ഒരു വിശ്വാസിയുടെ കളങ്കമില്ലാത്ത അവന്റെ കരാറാണ്. ഓടിക്കൊള്ളാം, ഞാൻ വിയർത്തുകൊള്ളാം, ഞാനൊന്ന് ആഞ്ഞു പിടിക്കാം. എൻ്റെ നാട്ടിലും എൻ്റെ ഗ്രാമത്തിലും എൻ്റെ ദേശത്തുമൊക്കെയുള്ള കുടിക്കാൻ വെള്ളമില്ലാത്തവനും കഴിക്കാൻ ഭക്ഷണമില്ലാത്തവനും ഉണ്ണാനില്ലാത്തവനും ഉടുക്കാനില്ലാത്തവനുമുള്ള ഒരു ക്രമം ഉണ്ടാക്കാൻ എൻ്റെ എല്ലാം മറന്ന് ഞാൻ ഓടിക്കൊള്ളാം എന്ന കരാറാണ്. ആ കരാർ വെച്ചിട്ട് മർവയിൽ ഇത് അവസാനിപ്പിച്ച്, ഈശോയെ അവസാനിപ്പിച്ച് കാഴ്ച മുഴുവൻ കാബയിലേക്കാക്കിയിട്ട് റബ്ബിനോട് പറഞ്ഞിട്ട് തിരിച്ചു വരണം. പടച്ചവനെ, എൻ്റെ ഈ തീരുമാനത്തിന്, എൻ്റെ ഈ സാഹസികതക്ക്,
എൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ എല്ലാ ജാടകളും മാറ്റിവെച്ചിട്ട് പാവപ്പെട്ടവന് വേണ്ടി ഞാൻ നടന്നുകൊള്ളാം എന്ന ഈ കരാറിന് നീ എനിക്കെന്ത് പകരം നൽകും എന്ന് ചോദിക്കണം. ഉള്ളിലൊരു ഉൾവിളിയുണ്ടാകും, ഇല്ലൽ ജന്ന, സ്വീകരിക്കപ്പെട്ട ഹജ്ജിനും ഉംറക്കും പ്രതിഫലമായി സ്വർഗമല്ലാതെ എനിക്കൊന്നും തരാനില്ലെന്ന്. ആ ഉൾവിളി കിട്ടിയിട്ട് നിങ്ങളിൽ ഓരോരുത്തരും മടങ്ങി വരണം. നമ്മൾ കാത്തിരിക്കും. അങ്ങനെ തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു. റബ്ബന ആതിന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.